മോഹൻലാലിന്റെ നമ്മൾ കാണാനിരിക്കുന്ന ചിത്രങ്ങളിൽ ആദ്യം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ബറോസ് എന്ന ചിത്രം തന്നെയാണ്. ബറോസ് ആണ് ഇപ്പോൾ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രം. ഓണം റിലീസായി ഈ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഇനി മോഹൻലാലിന്റെ എത്താൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ് എന്നത് വലിയ ആകാംക്ഷയോടെ ആരാധകർ തിരക്കുന്നതാണ്. എന്നാൽ മോഹൻലാലിന്റെ റിലീസുകൾ എന്ന് പറയുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും ഷൂട്ടിംഗ് പെൻഡിംഗ് ഉള്ളതുമൊക്കെയാണ്. ഏറ്റവും ലേറ്റസ്റ്റായി മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് L360 എന്ന ചിത്രമാണ്. ഇപ്പോൾ ഈ ചിത്രം ഒരു ഷെഡ്യൂൾ ബ്രേക്കിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഗ്യാപ്പിലാണ് മോഹൻലാൽ എമ്പുരാനിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നത്. ഗുജറാത്ത് ഷെഡ്യൂളിൽ മോഹൻലാൽ എത്തുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇവിടെ നിന്നും ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും മോഹൻലാൽ ജോയിൻ ചെയ്തു എന്നാണ് വിവരങ്ങൾ എത്തുന്നത്. ഇതിനുശേഷം മറ്റു പല ചിത്രങ്ങളിലേക്കും മോഹൻലാൽ സഹകരിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ എമ്പുരാൻ എന്ന സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിനുമുണ്ട് ബിസി ഷെഡ്യൂളുകൾ. പൃഥ്വിരാജിനും പല സിനിമകളിലും എത്തേണ്ടതുണ്ട്. അതും അന്യഭാഷാ ചിത്രങ്ങളാണ് കൂടുതലും എന്ന് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഗുജറാത്ത് ഷെഡ്യൂൾ കഴിഞ്ഞ് എമ്പുരാനിലും ഒരു ബ്രേക്ക് ഉണ്ടാകുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം പൃഥ്വിരാജ് സലാർ 2 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിലേക്ക് കടക്കുമെന്നാണ് വിവരങ്ങൾ. ഓഗസ്റ്റ് 10 ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് വിവരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും മോഹൻലാലിനും അവിടെ ഒരു ബ്രേക്ക് കിട്ടുകയാണ്. ആ ബ്രേക്കിൽ മോഹൻലാൽ L360 എന്ന ചിത്രത്തിന്റെ ബാക്കി ഷൂട്ടിംഗ് പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നതും. ഇനി ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി വെറും 12 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടുകൂടി ചിത്രം പാക്കപ്പ് ആകുമെന്നാണ് വിവരങ്ങൾ. അതിനുശേഷം മോഹൻലാൽ ഏത് ചിത്രത്തിലേക്ക് വരും എന്നത് നോക്കിക്കാണുമ്പോഴാണ് റാം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള പരിപാടികൾ അണിയറയിൽ നടക്കുന്നത്. ഓഗസ്റ്റോടുകൂടി മോഹൻലാൽ റാമിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അണിയറയിൽ. ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച റാം എന്ന ചിത്രത്തിന്റെ 50 ദിവസം നീളുന്ന ഒരു പെൻഡിംഗ് ഷൂട്ടിംഗ് ബാക്കിയുണ്ട്. അതിനുവേണ്ടിയുള്ള ഒന്നിക്കൽ തന്നെയായിരിക്കും അവർ നടത്താൻ പോകുന്നതും. അതിനൊരു വെൽ പ്ലാൻ വേണം താനും. കാരണം റാം എന്ന ചിത്രത്തിന്റെ ആദ്യ പാർട്ട് ഈ വർഷം തന്നെ നമുക്ക് മുന്നിലേക്ക് തിയേറ്ററിൽ റിലീസായി എത്തുമെന്നുള്ള സൂചന ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെ നൽകുകയുണ്ടായി. ഇനിയും ബാക്കിയുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീരാൻ. അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനുശേഷം മാത്രമായിരിക്കും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നതും അതുപോലെ തന്നെ മറ്റ് ചില സിനിമകളിലേക്ക് മോഹൻലാൽ കടക്കുന്നതും. അതിൽ തന്നെ സത്യനന്ദിക്കാടിന്റെ ചിത്രവും വരുന്നുണ്ട്. കൂടാതെ ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ മറ്റ് പല മോഹൻലാൽ സിനിമകളും വരാൻ പോകുന്നു എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഉടനെ തന്നെ അങ്ങനെയും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. L361 എന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം, ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു. L361 എന്ന ചിത്രം ഏതായിരിക്കുമെന്നുള്ള ചോദ്യമാണിപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്നത്. ഉടനെ തന്നെ ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്നാണ് ചില സിനിമാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.